ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ SSLC +2 റിസൾട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കും ഇപ്പോൾ തന്നെ മടിക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ വാല്യൂഷൻ തുടങ്ങിയതിന് പിന്നാലെ വാല്യൂഷൻ അപ്ഡേറ്റുകൾ, അതുപോലെ തന്നെ റിസൾട്ട് ഡേറ്റിന്റെ സാധ്യതകൾ എല്ലാം ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നലെ തന്നെ ആ റിസൾട്ട് ഡേറ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഒന്നാമത്തേത് ഈ ഇലക്ഷൻ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ് മേഖലയിലെ പ്രതിസന്ധികൾ സംബന്ധിച്ചും ഒരാഴ്ചയോളം വൈകിയാണ് വാല്യൂഷനുകൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈകൽ SSLC റിസൾട്ടിൽ ഇത്തവണ ഉണ്ടാകും. മെയ് 8 എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഇപ്പോൾ മെയ് 3rd വീക്ക്, അതായത് 15-ന് ശേഷമായിരിക്കും സാധാരണ ഇത്തവണത്തെ SSLC റിസൾട്ട് വരിക. അതോടൊപ്പം തന്നെ മെയ് 22 എന്ന് പറയുന്നത് മെയ് 25-ന് നിങ്ങളുടെ +2 റിസൾട്ടും വരും എന്ന വാർത്ത കൺഫേംഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മറ്റ് ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് ലഭിക്കുന്നത് നിങ്ങളുടെ വാല്യൂഷൻ ഏപ്രിൽ 16-ാം തീയതി, അതായത് ഇന്നലെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മെയ് 2-ാം തീയതി വരെയാണ് നിങ്ങളുടെ വാല്യൂഷൻ പ്രൊസീജിയേഴ്സ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ടാബുലേഷനും ബാക്കി കാര്യങ്ങളും. ഇത്തവണയും ഗ്രേസ് മാർക്ക് ഒഫീഷ്യലായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ യാതൊരുവിധ തടസ്സവുമില്ല, ഒരു പ്രതിസന്ധിയില്ല. അപ്പോൾ അർഹതയുള്ള എല്ലാവർക്കും ഗ്രേസ് മാർക്ക് കൂടി ലഭിച്ച് ആ ഒരു ഫൈനൽ റിസൾട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ CBSEയുടെ 10ാം ക്ലാസ് ഫലമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയുണ്ടായി, അത് പിന്നീട് കീമിനെ ബാധിക്കുമോ, മാർക്ക് കുറയുമോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ആൻസർ ഹിന്റുകൾ അതാത് വാല്യൂഷൻ ക്യാമ്പുകളിൽ അധ്യാപകർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും വാല്യൂഷൻ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാർക്കുകൾ ആരും എടുത്ത് കളയുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യില്ല. നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാത്സിന്റെ എക്സാം നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ നന്നായിട്ട് എഴുതി, അല്ലെങ്കിൽ ഒരു കുട്ടി ഫൈനൽ ആൻസർ തെറ്റിച്ചു, ബാക്കി എല്ലാ സ്റ്റെപ്പും ഉണ്ട് എങ്കിൽ ആ അധ്യാപകന്റെ കയ്യിലുള്ള ആൻസർ ഹിന്റ് വെച്ചിട്ട് ആ ഫൈനൽ ആൻസർ തെറ്റിയതിന് മാത്രം 1 അല്ലെങ്കിൽ 1.5 മാർക്കോ പോകുമെന്നേ ഉള്ളൂ. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ആ ഫിഗർ ഉണ്ട്, ബാക്കി എല്ലാ സ്റ്റെപ്പും ഉണ്ടെങ്കിൽ ഒരു 3.5-4 മാർക്ക് വരെ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ആൻസർ ഹിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചില മാധ്യമങ്ങൾ വഴി ഭയങ്കര കടുകട്ടിയാക്കി എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ തന്നെയാണ് അതാത് 10ാം ക്ലാസ്സിൻ്റെ ആയാലും +2-ന്റെ ആയാലും പേപ്പറുകൾ നോക്കുന്നത്. അതിൽ വലിയ ആശങ്കയുടെ സാധ്യത ഇപ്പോൾ ഇല്ല. വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് പേര് സർ അതിൽ റിക്വസ്റ്റ് പോലെ എഴുതി വെച്ചു, പേപ്പറിൽ ബ്ലാങ്ക് ആയിപ്പോയി, ഇതൊക്കെ മാർക്ക് കുറയ്ക്കുന്നതിനുള്ള ഘടകമല്ല, മറിച്ച് ഒരു ഇംപ്രഷൻ പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട 1/2 മാർക്കോ 1 മാർക്കോ ചിലപ്പോൾ പോയേക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ബ്ലാങ്ക് പേപ്പർ ഇട്ടു, നിങ്ങളുടെ കൈയക്ഷരം മോശമായി, നിങ്ങൾ അതിൽ റിക്വസ്റ്റ് എഴുതി എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം ആരും മാർക്ക് കുറയ്ക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് അതിലുണ്ട്, സ്റ്റെപ്പുകളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടന്റ് അതിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മാർക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ 9ാം ക്ലാസ് വരെയുള്ളവരുടെ ഫലം മെയ് 2 എന്ന അപ്ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇനി അങ്ങോട്ട് നമ്മൾ ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് ആശങ്കയാണോ ഇപ്പോഴും, അല്ലെ ടെൻഷൻ ഫ്രീ ആയിട്ട് ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണോ? ജസ്റ്റ് കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.